പെരുമ്പാവൂരിലെ പുതിയ പാടം പാടശേഖരം ഇന്ന് ബായ് കോളനിയാണ്. അതിഥി തൊഴിലാളികളുടെ വൻ സാന്ദ്രവാസ കേന്ദ്രം. സമീപകാലത്തെ ലഹരി വിൽപ്പന, അനാശാസ്യ പ്രവർത്തനങ്ങൾ, നിയമലംഘനങ്ങൾ എന്നിവയുടെ പേരിൽ നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ച ഈ പ്രദേശം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ബായ് കോളനി സന്ദർശിക്കും. ശക്തമായ പോലീസ് ഇടപെടലിലൂടെ പെരുമ്പാവൂരിലെ ലഹരി ശൃംഖലയെ പൂർണ്ണമായി തകർക്കാനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള മാവിൻ ചുവട് പാലക്കാട്ട് താഴം ഭാഗത്താണ് ബായ് കോളനിയിലേക്കുള്ള എൻട്രൻസ്. വാഴക്കുളം, വെങ്ങോല പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം പുറമെ നോക്കുമ്പോൾ സാധാരണ കുടിയേറ്റ മേഖലയാണെന്ന് തോന്നുമെങ്കിലും അകത്തേക്ക് കടന്നാൽ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ ഇടുങ്ങിയ മുറികളിൽ തിങ്ങിപ്പാർക്കുന്ന കാഴ്ച കാണാം. ചെറിയ വഴികൾ, നിരനിരയായി മൊബൈൽ ഷോപ്പുകൾ, ഹോട്ടലുകൾ, വാടക മുറികൾ എന്നിവ നിറഞ്ഞ ഈ കോളനിയുടെ പിന്നാമ്പുറകളിലാണ് ഏകദേശം 2500 മുതൽ 4000 വരെ തൊഴിലാളികൾ കഴിയുന്നതെന്നാണ് കണക്ക്. ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പാണ് ഈ പ്രദേശത്തിന്റെ രൂപമാറ്റം സംഭവിച്ചത്. ആദ്യം കെട്ടിട ഉടമകൾ തൊഴിലാളികൾക്ക് രാത്രിയിൽ ഉറങ്ങാനും രാവിലെ ശുചിമുറി ഉപയോഗിക്കാനും ഒരാൾക്ക് 10 രൂപ വീതം ഈടാക്കുന്ന രീതിയിലാണ് താമസ സൗകര്യം ഒരുക്കിയത്. ഒരു മുറിയിൽ 20 മുതൽ 25 പേർ വരെ കഴിയുന്ന അവസ്ഥയായിരുന്നു. തുടർന്ന് അതിഥി തൊഴിലാളികളുടെ എണ്ണം കൂടിയതോടെ കൂടുതൽ കെട്ടിടങ്ങൾ ഉയർന്നു. ബംഗാളി ശൈലിയിലുള്ള ഭക്ഷണശാലകൾ തുറന്നു. താമസം ദിവസ വാടകയിൽ നിന്ന് മാസ വാടകയിലേക്ക് മാറി. എന്നാൽ താമസക്കാരുടെ രജിസ്ട്രേഷൻ, പരിശോധന തുടങ്ങിയ കാര്യങ്ങളിൽ കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായില്ല. കോവിഡ് കാലത്ത് പോലും ഇവിടെ ഏകദേശം 2800 തൊഴിലാളികൾ താമസിച്ചിരുന്നുവെന്നാണ് കണക്ക്. കെട്ടിട ഉടമകൾ കൂടുതലും മലയാളികളായിരുന്നെങ്കിലും താമസക്കാർ മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. തൊഴിലാളികളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ചീട്ടുകളിയും മറ്റ് അനധികൃത പ്രവർത്തനങ്ങളും കോളനിയിൽ വ്യാപിച്ചു. വൈകുന്നേരങ്ങളിൽ നടന്നിരുന്ന ചീട്ടുകളിൽ വലിയ തോതിൽ പണം കൈമാറിയിരുന്നു. പിന്നീട് ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് എത്തി തുടങ്ങിയതോടെയാണ് ലഹരി വ്യാപനം ശക്തമായത്. തുടർന്ന് ബായ് കോളനി ലഹരി വിൽപ്പനയുടെ പ്രധാന കേന്ദ്രമായി മാറിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തകരുടെ വാക്കുകളിൽ ലഹരി വിൽക്കുന്നവരിലും ഉപയോഗിക്കുന്നവരിലും അതിഥി തൊഴിലാളികൾ ഉണ്ടെങ്കിലും യഥാർത്ഥ നിയന്ത്രണം നടത്തുന്നവരിൽ മലയാളികളും ഉൾപ്പെടുന്നുവെന്നാണ് ആരോപണം. പിടിയിലാകുന്നവർക്ക് ദിവസങ്ങൾക്കകം ജാമ്യം ലഭിക്കുകയും യഥാർത്ഥ ശൃംഖല പിടിയിലാകാതെ തുടരുകയും ചെയ്യുന്നതായും പരാതിയുണ്ട്. ഇതിനൊപ്പം ഓൺലൈൻ ഒറ്റ നമ്പർ ലോട്ടറിയും ഇവിടെ സജീവമായിരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ വർഷം ആദ്യം ലഹരി വ്യാപനവും അനാശാസ്യ കേന്ദ്രങ്ങളും വർദ്ധിച്ചതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് യുവതികളെ എത്തിച്ച് ഓരോ കെട്ടിടത്തിലും 15 മുതൽ 20 പേരെ വരെ പാർപ്പിച്ചായിരുന്നു അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശത്തെ വിദ്യാർത്ഥികളും കൗമാരക്കാരും ലഹരി തേടി കോളനിയിലേക്ക് എത്തി തുടങ്ങിയതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ഇതിനിടെ ലഹരി വാങ്ങാനെത്തിയ ഒരു കൗമാരക്കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയ സംഭവം വലിയ ചർച്ചയായി. തുടർന്ന് ബായ് കോളനിക്ക് മുൻപിൽ സമരപന്തൽ സ്ഥാപിച്ച നാട്ടുകാർ ലഹരി, അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് കോളനിയിൽ പോലീസ് നിരീക്ഷണം കർശനമായത്. ഇപ്പോൾ ദിവസത്തിൽ നിരവധി തവണ പോലീസ് വാഹനങ്ങൾ പ്രദേശത്ത് റോന്ത് ചുറ്റുന്നുണ്ട്. പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ലഹരി വിൽപ്പനയിൽ കുറവുണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ സമ്മതിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. ലഹരി വിൽപ്പനയും അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന കെട്ടിടങ്ങൾ ഏതൊക്കെയാണെന്ന് കെട്ടിട ഉടമകൾക്ക് തന്നെ അറിയാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉയർന്ന വാടക ലഭിക്കുന്നതിനാൽ പരിശോധനകളില്ലാതെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതും പ്രശ്നം അതിരൂക്ഷമാക്കുന്നുവെന്നാണ് ആരോപണം. സ്വന്തം നാട്ടിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ചെറിയ പ്രതിഫലനത്തിന് ലഹരി എത്തിക്കുന്നവരെ മാത്രം പിടികൂടുന്നത് കൊണ്ട് കാര്യമില്ല. അവരെ ഉപയോഗിക്കുന്ന വലിയ ശൃംഖലയാണ് നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടതെന്നാണ് ലഹരി വിരുദ്ധ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ബായ് കോളനി സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്ന നടപടികൾ പ്രഖ്യാപിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.